പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനത്തിന്റെ നാളുകൾ എത്തുകയാണ്. 2 ആഴ്ചത്തേക്ക് യുദ്ധം നിർത്താമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. ഒപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളൊരു വിവരമുണ്ട്. ഒപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് 2 ആഴ്ചത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പിന്നാലെ ഇറാൻ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വജിത്ത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. ട്രംപിന്റെ ഒരു അന്ത്യശാസനം ശരിക്കും ഒരു കൊലവിളി അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഏറെക്കുറെ ഒരുപക്ഷെ അതൊരു സമ്മർദ്ദ തന്ത്രം കൂടിയായിരിക്കും. ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കും, ഒരു നാഗരികതയെ തന്നെ തകർത്ത് കളയും. അതിനൊരു സമയം പോലും പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഒരു അന്ത്യശാസനം ലോകത്തിന് മുന്നിലേക്ക് വന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള തരത്തിൽ ലോകം ഭയത്തോടു കൂടി ഉറ്റുനോക്കിയപ്പോഴായിരുന്നു ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത്. അത് ഇറാൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോർമൂസിലൂടെ ഇനി കുറച്ചു നാളത്തേക്കാണെങ്കിലും കപ്പൽ ഗതാഗതം ഉണ്ടാകും. അങ്ങനെ ആശ്വാസത്തിന്റെ വിവരങ്ങളാണ്. ഈ ഒരു പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൂജ, തീർച്ചയായും ആശ്വാസത്തിന്റെ പുലരിയാണിത്. കഴിഞ്ഞ രാത്രിയിൽ ഒരുപക്ഷെ ലോകം തന്നെ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ വലിയൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ സർവനാശത്തിലേക്കൊക്കെ പോയേക്കാവുന്ന നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ അതിന് വിഭിന്നമായി അല്ലെങ്കിൽ അതിന് മറ്റൊരു രീതിയിൽ സമാധാനത്തിന്റെ ഒരു പുലരിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് വിവരമായി പങ്കുവെക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ രാത്രിയിൽ അമേരിക്ക നടത്തിയ പ്രഖ്യാപനം, ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ എന്ന ധാരണയിൽ ഇറാനും അമേരിക്കയും അംഗീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഏറ്റവും സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനം ഹോർമൂസ് തുറക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചോ അമേരിക്കയെ സംബന്ധിച്ചോ മാത്രമല്ല, ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും ഹോർമൂസ് തുറക്കുമെന്നുള്ള പ്രഖ്യാപനം ഏറെ ആശ്വാസം പകരുന്നതാണ്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏറെ ദുർഘടമായി കിടക്കുന്ന ഒരു സാഹചര്യം, ഇന്ത്യ അടക്കം അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്ന സാഹചര്യം, അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനിടെ ഹോർമൂസ് തുറക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഒരുപക്ഷെ ലോകം ഏറെ ആശ്വാസത്തോടെ ഈ പുലർച്ചെ ഉറ്റുനോക്കുന്നത്. അതിലേറ്റവും നിർണായകമായത് അമേരിക്കയുടെ ഈ സീസ്ഫയർ അഥവാ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ഇറാൻ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അമേരിക്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും ഇറാൻ അത് ഏത് തരത്തിൽ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഇറാൻ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു ഏറെ സംശയകരമായി തന്നെ ലോകം നോക്കിയിരുന്നത്. പക്ഷേ ഇറാനും അതിന് അനുകൂലമായി പ്രതികരിക്കുന്നു. അതിലേറ്റവും അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയായ ഹോർമൂസ് തുറക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഇറാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഏറ്റവും ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കാനുള്ള വിവരം. ഏതായാലും വലിയ സംഘർഷത്തിന്റെ നാളുകൾക്ക് താൽക്കാലികമായി ആണെങ്കിൽ പോലും 2 ആഴ്ചത്തേക്ക് വിരാമമാകുകയാണ്. ഇതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരുപക്ഷെ വലിയ തോതിൽ ആക്രമണം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവ്വവിനാശത്തിലേക്ക് ഇറാനെ ചെന്ന് എത്തിക്കും എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഒരുപക്ഷെ ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം ഈ തരത്തിലുള്ള ഒരു ആക്രമണം നേരിടുന്നതിനും അല്ലെങ്കിൽ തിരിച്ചടിക്കൊക്കെയായി സജ്ജമായിരുന്നു എന്ന തരത്തിൽ ഇറാനിൽ നിന്നുള്ള പല മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ആകെ വലിയൊരു അശാന്തിയുടെ നാളുകളായിരിക്കും വരാനിരിക്കുന്നത് എന്നും പ്രവചിച്ചിരുന്നതാണ്. എന്നാൽ അതിന് മാറിയിരിക്കുന്നു, ആ കാർമേഘങ്ങൾ മാറിപ്പോയിരിക്കുന്നു. ഇനി 2 ആഴ്ചത്തേക്കാണ് എങ്കിൽ പോലും, താൽക്കാലികമായാണ് എങ്കിൽ പോലും വലിയൊരു ശാന്തതയുടെ നാളുകളാണ് വരാനിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് മറ്റൊരു വിവരം കൂടിയുണ്ടല്ലോ. അതായത് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പല ആവർത്തി വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നതാണ്, ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ചർച്ച ഇരുവരും തമ്മിൽ ഉണ്ടാകുമോ എന്നുള്ളത് ലോകം തന്നെ ഉറ്റുനോക്കിയതാണ്. അപ്പോൾ വെള്ളിയാഴ്ച US ഇറാൻ ചർച്ചയുണ്ടാകുമല്ലേ? ഇരുവരും മുഖാമുഖം എത്തുമോ? എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പൂജ, കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസന സമയത്തിന് തൊട്ടു മുമ്പായി പാക് പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത്. അതായത് 2 ആഴ്ച വെടിനിർത്തൽ എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പുകളും പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു മധ്യസ്ഥത കൂടെ ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിന് പിന്നിലുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കാൻ പോകുന്നത് 10 നിർദ്ദേശങ്ങളാണ്. അതായത് ഇറാനാണ് ഈ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനം ഈ സമ്പൂർണ്ണമായ വെടിനിർത്തൽ അല്ലെങ്കിൽ മറ്റ് അണവോർജ്ജ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ
10 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ഇത് നെഗോഷിയേറ്റ് ചെയ്യും. ട്രംപ് ഉപയോഗിച്ച വാക്ക് എങ്ങനെയാണ്? നെഗോഷിയേറ്റ് ചെയ്യും. അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായൊരു ചർച്ച എന്നുള്ളതല്ല. അതിൽ നമ്മൾ വിലപേശൽ നടത്തി അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം നടത്തിക്കൊണ്ട് ഈ 10 നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് പരിഗണിക്കാമെന്നതാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ചർച്ചകൾക്ക് കളം ഒരുങ്ങുന്നു എന്നത് തന്നെ ഒരു ശുഭ സൂചനയാണ്. അതാണ് തീർച്ചയായും ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് ഇസ്രായേലിന്റെ പ്രതികരണം എന്താണ് എന്നതാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 2-3 മണിക്കൂറായി അമേരിക്കയും ഇറാനും തുടർച്ചയായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിലേറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത് പാക് പ്രധാനമന്ത്രിയുടെ ട്വീറ്റാണ്. ഈ ചർച്ചകൾക്കൊക്കെ മധ്യസ്ഥത വഹിച്ച പാക് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളും വെടിനിർത്തലിന് തയ്യാറായിട്ടുണ്ട് എന്നതാണ്. സ്വാഭാവികമായും ഇസ്രായേൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ട്വീറ്റിലോ അല്ലെങ്കിൽ ട്രംപിൻ്റെതായി പുറത്തു വന്ന ട്വീറ്റിലോ അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെയോ അങ്ങനെ ഒരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. അതായത് ഇസ്രായേലും ഈ വെടിനിർത്തലിന് തയ്യാറായി എന്ന തരത്തിലുള്ള പ്രഖ്യാപനം അമേരിക്കയോ നടത്തിയിട്ടില്ല, ഇസ്രായേലും നടത്തിയിട്ടില്ല. എന്നാൽ നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ഡോക്യുമെന്റ് എന്ന നിലയിൽ പാക് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് മാത്രമാണ്. അമേരിക്കയും ഒപ്പം അവരുടെ സഖ്യകക്ഷികളും എന്ന തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതികരണം ഏറെ നിർണായകമാണ്. അത് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതും ഇതിൽ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അറിയിപ്പും വരണം. അശ്വത്ത്, ഇനി പല വിലയിരുത്തലുകൾ നടക്കും. അതായത് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു, ഒപ്പം തന്നെ ഹോർമൂസ് തുറക്കുന്നു. ഒരുപക്ഷെ എന്തായിരിക്കും ഈ ഒരു 5:30 സമയം എന്നുള്ളതായിരുന്നല്ലോ ഇന്ത്യൻ സമയം വെച്ചിട്ട് പുലർച്ചെ ഒരു 5:30 വരെയായിരുന്നു ട്രംപിന്റെ ഈ ഒരു അന്ത്യശാസനത്തിന്റെ ആ ഒരു സമയം എന്നുള്ളത്. ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള രീതിയിൽ വിലയിരുത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് ഏത് വിധത്തിലായിരിക്കും ഇറാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ അമേരിക്ക ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളാണ്. പ്രത്യേകിച്ച് 10ഓളം റെയിൽവേ നെറ്റ്വർക്കുകളൊക്കെ തകർക്കുന്ന വിധത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഖാർഗു ദ്വീപ് ഉൾപ്പെടെ ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് വെച്ചത്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രം അതോടൊപ്പം അമേരിക്ക നടത്തിയ പല നീക്കങ്ങളിലേക്കും ഇറാൻ വന്നെത്തിയതാണോ? ഇത്ര വളരെ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഈ ഒരു അന്ത്യശാസനം അതിന്റെ ഒരു സമയം കഴിയുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ഏത് വിധത്തിലായിരിക്കും പോയത്? പ്രത്യേകിച്ചൊരു മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ അവരുടേതായിട്ടുള്ള നീക്കങ്ങൾ ഇതിനിടയിലുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ഒരു വഴി അത് വളരെ പെട്ടെന്ന് എങ്ങനെയായിരിക്കും? പൂജ, ഒരുപക്ഷെ അതായിരിക്കും നമുക്ക് ഏറെ സങ്കീർണമായി വിശകലനം ചെയ്യാനുള്ളൂ. കാരണം ഈ ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം നിലപാടുകളുടെ കാര്യത്തിൽ കാര്യമായൊരു സ്ഥിരത പുലർത്താത്ത ഒരു രാഷ്ട്ര നേതാവാണ്. മാത്രവുമല്ല നിലപാടുകളുടെ കാര്യത്തിൽ എന്ന് മാത്രമല്ല വാക്കുകളുടെ കാര്യത്തിലായാലും ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു കൺട്രോളും ഇല്ലാത്തൊരു ലോക നേതാവാണ്. അതുകൊണ്ട് ഈ ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തേക്കാമെന്ന ആശങ്ക അതുകൊണ്ടാണ് വന്നത്. ഒരുപക്ഷെ ഈ സമ്പൂർണ്ണമായ നാശത്തിലേക്ക് ഇറാനെ പറഞ്ഞു വിടുമെന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ ലോകം ആശങ്കയോടെ നോക്കിയതും ആ ഒറ്റ കാരണം കൊണ്ടാണ്. ട്രംപാണ് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം എന്നുള്ള ആശങ്ക കൊണ്ട് തന്നെയാണ് അങ്ങനെ നോക്കിയത്. എന്നാൽ ഇതോടൊപ്പം ഒരുപക്ഷെ മറ്റൊരു കോണിൽ നിന്ന് അത് നോക്കുമ്പോൾ ട്രംപ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു അന്താരാഷ്ട്ര ചില നിരീക്ഷകരുടെയൊക്കെയുള്ള നിരീക്ഷണങ്ങളായി പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായത് ട്രംപിന് കാര്യങ്ങൾ അത്ര സുഖകരമല്ല ആഭ്യന്തരമായും. അതായത് അമേരിക്കയിൽ തന്നെയും ഈ യുദ്ധത്തോട് ഒരു തരത്തിലും അനുകൂലമായൊരു നിലപാടല്ല ട്രംപിന് സ്വന്തം പാളയത്തിൽ നിന്ന് പോലും ഉണ്ടായത്. അതുകൊണ്ട് രാഷ്ട്രീയമായി ട്രംപിന് ഇതിലൊരു സൊല്യൂഷൻ എന്നുള്ളത് അനിവാര്യമായ ഘട്ടമായിരുന്നു. അതാണ് ഒരുപക്ഷെ ഈ സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് സമ്പൂർണ്ണമായ ആക്രമണമെന്നും ഖാർഗ് പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് ട്രംപിനെ കൊണ്ട് എത്തിച്ചതും ഒരു പക്ഷേ അതിൻ്റെ ഒരു ഭാഗികമായ വിജയം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായൊരു ധാരണയിലേക്ക് എത്തിയതിൽ നിന്ന് ട്രംപ് ഉദ്ദേശിച്ചത്. അത് തന്നെയായിരിക്കാം നടന്നിട്ടുണ്ടാവാം. മറിച്ച് പൂജ പറഞ്ഞതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഇതിന് സമ്പൂർണ്ണമായൊരു സർവനാശത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലൊരു യുദ്ധം ഇറാനും ഏറെക്കുറെ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. തിരിച്ചടി ശക്തമായി തന്നെ നൽകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിന് സമാധാനപരമായൊരു സൊല്യൂഷൻ എന്നത് ഇറാനും ഏറെക്കുറെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ ചർച്ചകളും സാഹചര്യങ്ങളും രണ്ട് കൂട്ടർക്കും അനുകൂലമായ രീതിയിൽ ഇപ്പോൾ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നമ്മൾ എടുത്തു പറയേണ്ടത് ഇതൊരു സമ്പൂർണ്ണമായൊരു പരിഹാരമല്ല, ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല. ഇനി എന്ത്, ഈ 2 ആഴ്ചയ്ക്ക് ശേഷം എന്ത് എന്നുള്ളതാണ് ഏറെ നിർണായകം. ഒരു പക്ഷേ ഈ 10 നിർദ്ദേശങ്ങളിൽ കുറച്ചെങ്കിലുമൊക്കെ ട്രംപ് അംഗീകരിക്കുകയും അല്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഇറാനുമായി ചേർന്നൊരു ധാരണയിൽ എത്തുകയും ചെയ്താൽ
കുറച്ചു കാലത്തേക്കെങ്കിലും, അതായത് മാസങ്ങളോളം എങ്കിലും ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിന് ഒരു അയവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അശ്വത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.